അവർക്ക് ഈ മരണവും ഖബറൊന്നും ചിലപ്പോൾ ദഹിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂഫിയായ മനുഷ്യൻ മരണത്തെക്കുറിച്ച് തന്നെ പറയാൻ, മരണസ്മരണ ഉണ്ടാവണം, നിങ്ങൾ എപ്പോഴും മരിക്കുമെന്ന് ഓർക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് 2-3 ആൾക്കാർ അദ്ദേഹത്തെ കൂടെ ഉണ്ടായി. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി മാറി മാറി അകന്നകന്നു പോയി. കുറെ സമയം കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റടിച്ചു, കപ്പലങ്ങോട്ട് ആടി ഉലയാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല, ചിലപ്പോൾ വലിയ ദുരന്തം തന്നെ, അപകടം തന്നെ സംഭവിച്ചേക്കാമെന്ന് നിലവിളിച്ചു. ആളുകൾ കൈകാലിട്ടടിച്ചു പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് എല്ലാവരും നോക്കുമ്പോൾ നേരത്തെ എങ്ങനെയാണോ മുഖം പ്രസന്നമായിരുന്നത്, അതുപോലെ തന്നെ സൂഫിയായ മനുഷ്യന്റെ മുഖം അങ്ങനെ പ്രസന്നമായിരിക്കുകയാണ്. ആശങ്കകളില്ല, കണ്ണിൽ ഭയമില്ല, ഭീതിയില്ല, പേടിയില്ല. കുറെ സമയം കഴിഞ്ഞ് കാറ്റും മഴയുമെല്ലാം നിന്ന് കപ്പല് സമാധാനത്തോടെ ശാന്തതയോടെ പോകാൻ തുടങ്ങിയപ്പോ ജനങ്ങളിൽ കുറെ ആളുകൾ വന്നിട്ട് സൂഫിയായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? ഈ കടലിന്റെ മധ്യഭാഗത്ത് അപകടം സംഭവിച്ച് കടലിന്റെ തിരമാലകൾക്കകത്തേക്ക് തള്ളിവിട്ടു പോയാൽ നമ്മൾ മരിച്ചു പോകുമല്ലോ, എന്തേ നിങ്ങൾ പേടിക്കാത്തത്? ആ സമയത്ത് ആ സൂഫിയായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ കടലിൽ തിരമാല അടിക്കുമ്പോ മാത്രമാണ് ഞാനിപ്പോ മരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നതെങ്കിൽ, ഓരോ സെക്കൻഡിലും ഞാൻ ചിന്തിക്കുന്നത് ഞാനിപ്പം മരിച്ചു പോകുമല്ലോ. അല്ലാഹ്